ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഈ കോലത്തിൽ എങ്ങോട്ടാണെന്നല്ലേ, നമ്മളിവിടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാണ്. നാട്ടിലേക്ക് പോകാനുള്ള ബസ്സും കാര്യം. നമ്മൾ നാട്ടിൽ പോകാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ബസ് സ്റ്റോപ്പിൽ ബസ്സിന് വെയിറ്റ് ചെയ്തിട്ട് ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ ഉണ്ട് ബസ് നല്ല ലേറ്റ്. സോ നമ്മൾ ഓർത്ത് അടുത്തുള്ള ഒരു കടയിൽ കയറി ഒരു ദോശയൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഞാൻ ബാംഗ്ലൂർ വന്ന കാലം തൊട്ട് KSRTCൻ്റെ സ്ലീപ്പ് ലൈക്ക് ബേബി എന്ന് പറഞ്ഞിട്ടുള്ള ബസ്സിലാണ് പോവാറ്. അപ്പം ഇപ്രാവശ്യം പതിവ് തെറ്റിച്ചില്ല. KSRTCൻ്റെ തന്നെ അമ്പാരി ഡ്രീം ക്ലാസ്സിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനത്തെ എറണാകുളം എത്തിയിട്ടുണ്ട്. ഒരു നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ അത് മെല്ലെ എണീറ്റിട്ടുണ്ട് കേട്ടോ. വൈഷ കുറച്ച് നാളും കൂടിയിട്ടാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് വരണേ. അതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലത്തൊക്കെ കൊണ്ടുപോകാനുണ്ട് ആശാന്. ഇന്നപ്പോൾ തന്നെ ആൾക്കാരിരിക്കുന്നുണ്ട്. അമ്മയുടെ ഗ്രോ ബാഗ് ഒരു സൈഡിലുണ്ട്. അമ്മ ഫുള്ള് കൃഷിയാന്ന് പറഞ്ഞു കേട്ടോ. ഹായ്, ഹലോ അമ്മ. മെലസ്റ്റോമിയോ എന്ത് സാധനം? ഹായ്, വരുന്ന വഴി. അങ്ങനെ ഞങ്ങളുടെ നെയ്ബേഴ്സിനോടൊക്കെ മിണ്ടി കുറച്ച് നേരം അപ്പയടുത്തും അമ്മയടുത്തും ഒക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ദേ പല്ല് തേക്കാണ് ഗൈസ്. പല്ല് തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ദേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം. ഇന്ന് മരുമോനുള്ളതുകൊണ്ട് മരുമോൻ സ്പെഷ്യലായിട്ട് അപ്പവും ചിക്കൻ സ്റ്റൂ ആണ് ബ്രേക്ക്ഫാസ്റ്റിന്. നമുക്ക് എല്ലാവർക്കും ഇച്ചിരി പൂച്ചപ്രാന്ത് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറെ പേരെ കാണാം ഇവിടെ. ഇവരാണ് ന്യൂവസ്റ്റ് എഡിഷൻസ് ആ ഫാമിലിയിലേക്ക്. ഇവനെൻ്റെ മടിയിൽ കയറിയിരിക്കുകയാണ്. ഹായ് പറഞ്ഞ എല്ലാവർക്കും ഹായ്. മടിയിൽ കയറി ഇരിക്കുക. എന്നെ ടൈപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ട് ആശാൻ. നെട്ടി തെരിച്ച് നമ്മൾ ഭയങ്കര സുഖിച്ച് ഇവിടെ ഇരിക്കുകയാണ് ഇങ്ങനെ. അപ്പേ നമുക്ക് തണുപ്പൊന്നുമില്ല. അങ്ങനെ ഇരിക്കുക സുഖിമാനായിട്ട്. അമ്മ ശശിയായിട്ടിരിക്കുന്ന വീഡിയോ കാരണം ഇവളായിരുന്നു അമ്മയുടെ ഫേവറേറ്റ് പെറ്റ്. അപ്പോൾ പുതുതായിട്ട് വന്നതാണ് ആശാൻ. ഇപ്പം എന്നെ കണ്ടപ്പോൾ എന്നെ മതി എൻ്റെ ലാപ്ടോപ്പുമായി നോക്കിയിരിക്കുക. കുക്കിടു അമ്മ ഇപ്പം ശശി അമ്മയുടെ അടുത്ത് പോകണില്ലാന്ന്. ഇപ്പം രാവിലെ തന്നെ പൂച്ചകളെ പറ്റിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇവനാണ് നമ്മളുടെ ജിഞ്ചു. അവൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്ന കാരണം ചേച്ചി അത് ഉണങ്ങാനുള്ള മരുന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വന്ന അന്ന് കാര്യമായിട്ട് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. വർക്ക് ഉണ്ടായിരുന്നു 2 പേർക്കും. പിന്നെ ബാങ്കിലൊക്കെ പോകാനുണ്ടായി. സോ അതൊക്കെ തീർത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പോകുന്നുണ്ട് ഞാനും വൈഷവും കൂടി. അവിടെ അലുംനൈ മീറ്റ് നടക്കുകയാണ്, തിരികെ എന്ന് പറഞ്ഞിട്ടുള്ള ഇവന്റ്. സോ അവിടേക്ക് പോയി ഇറങ്ങാൻ കേട്ടോ. ഞാൻ പോണു. ബൈ ബൈ ബൈ. പോയിട്ട് വരാം. ബൈ മാ. പോയി വരണേ. റൈറ്റിലോട്ട്. ഹലോ ഗൈസ്. സോ റൈറ്റ് കുഞ്ഞി. സോറി, ഡിറക്ഷൻ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു. നേരെ പോയിക്കോ. സ്കൂൾ കാണുമ്പോൾ മനസ്സിലാവുന്ന സ്കൂളാണ്. ഓക്കെ അല്ലേ? എനിക്ക് നല്ല ഇഷ്ടമായി. സോ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ദിവസമാണ് കേട്ടോ. ഞങ്ങൾ കൊച്ചിയിലാണുള്ളത് ഗൈസ്. ഞാനും ഉണ്ട്, വൈഷും ഉണ്ട്. നമ്മൾ എറണാകുളത്ത് എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇന്ന് ഭവൻസ് വിദ്യാമന്ദിരാണ്. നമുക്കറിയാം ഞാൻ ഭവൻസ് അലുംനയാണ്. എൻ്റെ 14 years 1998 to 2012 ഞാൻ ഭവൻസ് വാസ് മൈ സെക്കൻഡ് ഹോം. അപ്പോൾ ഇന്ന് അവരുടെ അലുംനൈ മീറ്റാണ്. ഇന്ന് ഭവൻസിൻ്റെ അലുംനൈ മീറ്റ് നടക്കുകയാണ് തിരികെ 2024. സോ അതിന് പോവാണ് ഞാൻ. ഇതിൽ കാര്യം നമ്മൾ ലേറ്റായി. ബിക്കോസ് 9:30 പരിപാടി തുടങ്ങി. ഇപ്പോൾ സമയം 11 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അവിടെ ചെന്ന് നമ്മുടെ ടീച്ചേഴ്സിനെ കാണാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ബിക്കോസ് എനിക്ക് ഭയങ്കര അടിപൊളി കുറേ വർഷങ്ങൾ തന്നൊരു സ്കൂളാണ്. എനിക്ക് തോന്നുന്നു സ്കൂളിലുള്ള സമയത്ത് അത്രയും ഭയങ്കര ആക്റ്റീവായിട്ട് ഭയങ്കര ആക്റ്റീവായി ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് ഓഫ്കോഴ്സ് അവിടുത്തെ ടീച്ചേഴ്സ് കാരണമാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. സോ നമുക്ക് എൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്കൂൾ കാണണം. കാരണം ഒരുപാട് മാറി നമ്മൾ പണ്ടത്തെക്കാട്ടും സ്കൂള്. പക്ഷെ മെയിൻലി വൈഷുവിനെ ഞാൻ പഠിച്ച സ്ഥലവും പിന്നെ നമ്മളുടെ ആർട്സ്, നമ്മൾ മെയിൻലി ക്ലാസ് റൂമിലില്ലെങ്കിൽ നമ്മൾ കലാക്ഷേത്രയിൽ കാണും നമ്മുടെ ആർട്സും ഡാൻസും ഒക്കെ നടക്കുന്ന സംഭവങ്ങൾ. സോ അവിടെയൊക്കെ ഒന്ന് കാണിക്കണം. ഞാൻ ഇത്രയും കൊല്ലം സ്പെൻഡ് ചെയ്ത സ്ഥലം വൈഷുവിൻ്റെ കൂടെ ഒന്ന് നടന്ന് കാണാം. സോ അതാണ് എൻ്റെ ഇൻറ്റൻഷൻ. അപ്പോൾ നമുക്ക് സ്കൂളിലേക്ക് എനിക്കൊന്ന് എല്ലാവരും പരിപാടി കഴിഞ്ഞ് പോയി തോന്നുന്നുണ്ട്. കേറ്റായിരിക്കും കുഞ്ഞോ തിരികെ. ഇതാണ് ഗൈസ് നമ്മുടെ സ്കൂൾ. എനിക്ക് ഇവിടെയൊക്കെ നിന്നോട് നടക്കണം. നല്ല പോവോ കുഞ്ഞു. ഇതാണ് നമ്മളുടെ ക്ലാസ്. ഇത് ക്ലാസ് റൂം അല്ലല്ലോ,
ടീച്ചേഴ്സ് റൂം. ഓ അതാണ് അസംബ്ലി പ്ലേസ്. ഓ എനിക്ക് കുറച്ച് പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ആരൊക്കെയോ സീനിയേഴ്സ്. ഈ സിക്ക് റൂമിനൊരു കഥയുണ്ട് കേട്ടോ. നമ്മൾക്കിങ്ങനെ ക്ലാസ് ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്നൊരു പനി, ജലദോഷം, തലവേദന ഒക്കെ വരില്ലേ? അങ്ങനെ ഞാൻ ഇടയ്ക്ക് വന്ന് കിടക്കുന്ന സ്ഥലമായിരുന്നു ഈ സിക്ക് റൂം. ഇതാണ് ഞങ്ങളുടെ ഓഡിറ്റോറിയം, കുലപതി മുൻഷി ഓഡിറ്റോറിയം. ഇവിടെ നോക്കുമ്പോൾ കുറേ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ബാച്ചസിലെ സീനിയേഴ്സും ജൂനിയേഴ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിന് നല്ലൊരു പങ്ക് ഞാൻ സ്പെൻഡ് ചെയ്തത് ഇവിടെയാണ്. സ്റ്റാൾസ് ഒക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ പണ്ടത്തെ എൻ്റെ ഒരു ക്ലാസ് റൂം 9B. ഞാൻ സ്കൂളിൽ പഠിച്ച അത്രയും നാൾ B ഡിവിഷനിലായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ക്ലാസ്സിലാക്കി വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജി അടിച്ചിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പഴയ ക്ലാസ് റൂമിൽ വന്നപ്പോൾ ഞാൻ ഒരു ടെക്സ്റ്റ് ബുക്ക് കണ്ടു ഗൈസ്. സബ്ജക്റ്റ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. ബിക്കോസ് എക്കണോമിക്സ് ആണ്. എനിക്ക് കണ്ടുവിടാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു. ബട്ട് യാ സംഭവം പഠിച്ച് പാസ്സായി. ഐ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദിസ് സ്റ്റോറി ഓഫ് പാലംപൂർ. അതൊക്കെ ഞങ്ങളും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീലിംഗ് ടു ബി ബാക്ക് അറ്റ് യുവർ സ്കൂൾ. ഞാൻ വേർത്ത് കുടിക്കുകയാണ് കേട്ടോ. ബിക്കോസ് നല്ല ചൂടുണ്ട്, ഭയങ്കര ഹ്യൂമിഡാണ്. അപ്പോൾ യാ ഗോയിങ് അറൗണ്ട് മൈ ഓൾഡ് ക്ലാസ് റൂം 9B. സോ ഇതാണ് നമ്മളുടെ വെരി ഫേമസ് ബാസ്കറ്റ് ബോൾ കോർട്ട്. സോ ഭവൻസ് ടൂർണമെൻറ്റ് നടക്കും, ഇൻ്റർ സ്കൂൾ ടൂർണമെൻറ്റ് നടക്കും. അപ്പോൾ നമ്മളായിരുന്നു ചാമ്പ്യൻസ് ഒരു സമയം വരെ. ഇത് നടക്കുക എന്നറിയുമ്പോൾ ക്ലാസ്സിലൊന്നും ഇരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നിന്ന് എല്ലാവരും വായി നോക്കാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കും. നല്ല കിടിലൻ ചേട്ടന്മാർ കളിക്കുന്ന കാണാൻ വേണ്ടി. അപ്പോൾ ഒരുപാട് മാറി കുറേ കൂടി. അതാണ് നമ്മളുടെ ഗ്രൗണ്ട് ഫുട്ബോൾ. സ്റ്റാഫ് റൂമിൽ ഇടയ്ക്ക് ഞാൻ വരാറുണ്ടായിരുന്നു. ബുക്സ് എടുക്കാനാണ് കൈസ് വരുന്നതല്ല. ഇപ്പോൾ അവർക്ക് അങ്ങനെ ക്യൂബിക്കിൾ, പണ്ടൊരു ലോങ് ഇതായിരുന്നു, അങ്ങനെ ക്യൂബിക്കിൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷെ രസമുണ്ട്. ഹായ്. അതിനിടയിലാണ് എൻ്റെ ലോങ് ലോസ്റ്റ് ഫ്രണ്ട് മാത്തപ്പൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന മാത്യുവിനെ നമുക്ക് കളഞ്ഞു കിട്ടിയത്. അപ്പോൾ അവനെയും കൂട്ടി നമ്മുടെ ക്യാമറ കേട്ടോ. അയ്യോ എൻ്റെ ക്ലാസ് റൂം അല്ലാണ്ടോ. CV രാമൻ ബ്ലോഗ് കറക്റ്റാണോ? കറക്റ്റാണ്. അതാണ് പ്രിൻസിപ്പളിൻ്റെ ഓഫീസസും കാര്യങ്ങളൊക്കെ. ഓ എക്യുപ്മെൻറ്റ്സ്, മൈ ഗാഡ്. ഞാനും മാത്യുവും പഴയ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. നൊസ്റ്റ് പിടിച്ച് നടക്കുമായിരുന്നു ക്യാമ്പസിലൂടെ. അപ്പോഴാണ് ഈ ഫിസിക്സ് ലാബ് എൻ്റെ കണ്ണ് പെട്ടത്. ദൈവമേ, ഇതേ റെക്കോർഡ്സ്. എൻ്റെ അമ്മ പാരലലോഗ്രാം ലോ കണ്ടാരം. ഞാൻ 10th കഴിഞ്ഞിട്ട് ബയോമാത്സ് സ്ട്രീമായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബയോളജി ലാബിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കിഡ്ലൻ സബ്ജക്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ബോട്ടണി, സുവോളജിയൊക്കെ. ബോട്ടണി അത്രയില്ല, സുവോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സത്യം. ബിഹേവിയറൽ ചേഞ്ചസ് ഓഫ് ഗോൾഡ് ഫിഷ്. എന്താ ദൈവമേ, അതാണ് ഇപ്പോഴത്തെ പിള്ളേർ ചെയ്യണ പ്രോജക്റ്റ്. അതിനുണ്ട് കുഞ്ഞ് ഞങ്ങളുടെ ബയോളജി ലാബ്. യു ലൈക്ക് ഇറ്റ്? അങ്ങനെ നൊസ്റ്റൊക്കെ അടിച്ച് ഞങ്ങൾ പഠിച്ച ക്ലാസ് റൂംസിലൊക്കെ രണ്ടുമൂന്നെണ്ണം കയറിയിട്ട് ഞങ്ങൾ നേരെ വിട്ടു ക്യാൻറ്റീനിലേക്ക്. ഈ ക്യാൻറ്റീൻ ഭയങ്കര അടിപൊളി മെമ്മറിയാണ് കേട്ടോ നമ്മളുടെ സ്കൂൾ ലൈഫിൻ്റെ. ബിക്കോസ് ഇവിടെ വെനസ്ഡേയ്സ് കിട്ടുന്ന ഒരു ഗ്രീൻ പീസ് കറി ഉണ്ട്, അതിന് അടിയും പിടിയാണ് കേട്ടോ എല്ലാവരും. ആൻഡ് ഐ വാസ് റിയലി സർപ്രൈസ് ടു സീ. ഞങ്ങൾ പോയ ദിവസവും ആ ഗ്രീൻ പീസ് കറി ആയിരുന്നു സ്പെഷ്യൽ. ചോറ്, നമ്മളുടെ ഒരു തോരൻ. ബേസിക്കലി നമ്മുടെ സ്കൂൾ ക്യാൻറ്റീൻ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കിട്ടുന്ന പോലെ തന്നെയായിരുന്നു അന്നത്തെ മെനുവും. പിക്കിളുണ്ടാവും, പപ്പടം ഉണ്ടാവും, ഗ്രീൻ പീസ് കറി, ഒരു തോരൻ, പിന്നെ സാമ്പാറും കാര്യങ്ങളൊക്കെ. വീട്ടിലമ്മ ബിരിയാണി വെക്കുന്നതുകൊണ്ട് വൈഷ് പറഞ്ഞു ചോറും കറിയൊന്നും എനിക്ക് വേണ്ട, ഞാൻ പോയി ബിരിയാണി കഴിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾ മാത്രമേ കഴിച്ചുള്ളൂ. ഇതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും സ്പെഷ്യൽ കറി കേട്ടോ. ഐ ഡോണ്ട് നോ ഫോർ വാട്ട്. ഞങ്ങൾ ഭയങ്കര അടിയായിരുന്നു ഈ കറിക്ക് ഈ പപ്പടത്തിന്. വൈഷു ട്രൈങ് ആർ സ്പെഷ്യൽ ഗ്രീൻ പീസ് സോയാ ചങ്ക്സ്. പണ്ട് സോയാ ചങ്ക്സ് ഇല്ല, ജസ്റ്റ് പീസും ഇതേ ഉള്ളൂ, പൊട്ടറ്റോ ഉള്ളൂ.
നമ്മള് ക്യാൻറ്റീൻ ഫുഡ് കഴിക്കുന്നു. യു ഡോണ്ട് ഫൈൻഡ് എനിത്തിങ് സ്പെഷ്യൽ? നമുക്കേ അറിയുള്ളൂ എന്താ ഇതിൽ സ്പെഷ്യൽ എന്നുള്ളത്. ദിസ് ഈസ് വെരി സ്പെഷ്യൽ ഫോർ അസ്. അങ്ങനെ സ്കൂളിലുണ്ടായിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ ഒരേ പാത്രത്തിൽ കൈയിട്ട് വാരി കഴിച്ച് എല്ലാവരെയൊക്കെ കണ്ട് മിണ്ടി അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ അസംബ്ലി ഗ്രൗണ്ട്. കൊല്ലങ്ങളോളം ഞങ്ങളിവിടെ എന്നും അസംബ്ലി കൂടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ടീച്ചറായ ഹേമൽ തോമസിനെ കാണാൻ നിൽക്കുകയാണ്. മിസ് അവിടെ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിക്കാരിനോടൊക്കെ മിണ്ടി ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങുവാണ്. ഇതൊക്കെ ന്യൂ എഡിഷൻസ് അല്ലേ? കുറച്ച് നാളായിട്ട് ഇവരിവിടെ ഉണ്ട്. ഭവൻസ് വിദ്യാമന്ദിർ എളമക്കരയാണ് ഏറ്റവും ഫസ്റ്റ് ഭവൻസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൊച്ചിൻ കേട്ടോ. ഭയങ്കര ഗ്രീനാണ് ഈ ഒരു ക്യാമ്പസ്. നമ്മൾ പണ്ടും ഉണ്ടായിരുന്നു, പക്ഷെ ഇതൊന്നും അല്ല. ടാറ്റ് പോൾസ് ഒക്കെ ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ? ഉണ്ടായിരുന്നു, ടാറ്റ് പോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിവിടെ നോക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ അവർ കെട്ടിയിരിക്കണെന്ന് എനിക്ക് അറിയില്ല. ദിസ് ഹാസ് ബീൻ ടേൺഡ് ഇൻടു എ പാർക്ക്. ഇത് പാർക്കായിരുന്നില്ലല്ലോ പണ്ട്. സോറി, അവരുടെ എന്തിനാ വീട്ടിൽ കയറിയതാ? ഓ, മീനൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ എങ്ങനെയായിരുന്നില്ല, ഇവിടെ ഓപ്പൺ ആയിരുന്നു. അങ്ങനെ ആഫ്റ്റർ വെരി വെരി നൊസ്റ്റാൾജിക് ടൈം നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഗുഡ് ബൈ സ്കൂൾ. മെസ്സേജ് അയക്കോ? ബൈ. നമ്മളിതേ അങ്ങനെ സ്കൂളിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിതേ പോവാണ്. നമുക്ക് ഇനി പുന്നക്കൽ പോവാം. സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുന്നക്കൽ അമ്പലത്തിന്റെ സൈഡിലേക്ക് ഒരു പോക്കുണ്ട് ബജ്ജി കഴിക്കാനൊക്കെ. ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അമ്മയുടെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ട്, കോഴിക്കോടൻ ബിരിയാണി. അതൊക്കെ കഴിച്ചു. അമ്മയുടെ അടുത്ത് കുറച്ച് നേരം വിശേഷമൊക്കെ പറഞ്ഞിരുന്ന് നമ്മളിതേ വീണ്ടും ഇറങ്ങി. ഹലോ ഗായ്സ്, അപ്പോൾ ദേ നമ്മളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോയി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളിതേ അഞ്ചേച്ചി അഖിലേട്ടനെ കാണാൻ വേണ്ടി പോവാണ് ഗായ്സ്. അപ്പോൾ അവരുടെ ഫ്ലാറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ അവിടെയാണ് സ്റ്റേ. എവിടെ? അയ്യോ, വൈഷു ഇത് കണ്ടിട്ടെ പൂച്ച കയറിയിരിക്കുന്നത് ആക്ച്വലി വിചാരിച്ചോ നീ? അപ്പൊ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ. ഇന്ന് അവിടെ ഒരു സ്ലീപ്പ് ഓവറാണ് എന്ന് അവര് പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞില്ല, പക്ഷെ അങ്ങനെയാണ്. സ്കൂളിൽ പോയത് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് വെരി നൊസ്റ്റാൾജിക്. കാരണം ഞാൻ 12th റിസൾട്ട് വന്നിട്ട് ടീച്ചേഴ്സിനെ കാണാൻ പോയതിന് ശേഷം ഐ തിങ്ക് ജോലിന്റെ ഒരു കാര്യത്തിന് അത് കഴിഞ്ഞ് ഇത്രയും വർഷത്തിനുള്ളിൽ ഐ തിങ്ക് ഞാൻ ഒരു പ്രാവശ്യം സ്കൂളിൽ പോയിട്ടുണ്ട്. ജോലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിനാണ് കേട്ടോ, അവിടുത്തെ പ്രിൻസിപ്പളിനെ കാണാൻ. സോ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു, ഇപ്പോൾ പുള്ളിക്കാരി പ്രിൻസിപ്പളാണ്. സോ മേരി മാമിനെ കാണാൻ. എസ്പെഷ്യലി കലാക്ഷേത്രയായിരുന്നു എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് വർക്ക് കാരണം ക്ലോസ്ഡ് ആയിരുന്നു. കാരണം ഞങ്ങൾ അവിടെ പഠിച്ചതിൻ്റെ ഒരു മേജർ പങ്ക് അവിടെയാണ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക, ഡാൻസ് ആയിട്ടും പാട്ടായിട്ടും അങ്ങനെയൊക്കെ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വൈഷുവിനെ എനിക്ക് സ്കൂളിൽ കാണിക്കാൻ പറ്റി. എനിക്ക് കുറേ നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. സോ ഇറ്റ് ഇസ് എ വെരി ഫൺ തിങ് ടു ഡു. നല്ലതായിരുന്നു. ഞാൻ ഇങ്ങനെ പോകണോ വേണ്ട ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു, പക്ഷെ പോയത് വളരെ നല്ല കാര്യമായി. ആൻഡ് ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റി ആഫ്റ്റർ സോ ലോങ്. ആൻഡ് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. സോ ഐ ലവ്ഡ് ഇറ്റ്. എൻ്റെ സ്വന്തം എടപ്പള്ളി ആയിരിക്കണ്ടേ? എന്നാ പിടിച്ചോളൂ. Hold it. ഇതാണ് പ്രസ്റ്റീജ് ഹിൽസൈഡ് ഗേറ്റ്വേ കാക്കനാട്. അകത്തരട്ടെ ചെരുപ്പ്. ചേച്ചി എന്തേ കുളിക്കൊക്കെ ചെയ്യോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്തു. എന്താണ് ഇത് കാണിക്കുന്നത്? പാൽ പൊറോട്ട അല്ല ചേച്ചി, പാൽ കപ്പ എടുക്കും. ഓ വാവ്, ദിസ് ഈസ് പാൽ കപ്പ വിത്ത് ബീഫ് റിബ്സ്. പൊളി പൊളി പൊളി. എന്തറിയില്ല, മനസ്സ് വായിച്ചു. അഞ്ചേച്ചിക്ക് വെച്ച കൊതി വന്നിട്ട് ഒമാരൊന്നും തിന്നുന്നില്ല. ഞാനവിടെ അഞ്ചേച്ചി എനിക്ക് കുറച്ച് റിപ്സ് ആവാം, അപ്പുറത്തെ വീട് അപ്പുറത്തെ പാത്രത്തിൽ എടുത്തിടാന്ന്.
അഞ്ചേച്ചി എന്തേ അഞ്ചേച്ചി എന്താ അങ്ങനെ ഒരു ടോക്ക് കള്ളത്തറ പൊളിക്കും എക്സ്പ്ലോഡിങ് കിറ്റാണ്. അപ്പൊ ആദ്യം ഇവിടെ ചോദിച്ച കാര്യം എന്താണെന്നറിയോ, കിട്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അതായിരുന്നു എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.